വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം. John chapter 8 verses 36. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. യേശുക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, യേശുക്രിസ്തു എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, യേശുക്രിസ്തു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, യേശുക്രിസ്തു ഈ സകല ജനത്തിനും സ്വാതന്ത്ര്യം വരുത്തിയാൽ, ഹല്ലേലൂയ, നിങ്ങൾ ഞാൻ സാക്ഷാൽ സ്വതന്ത്രരാകും. പ്രൈസ് ദി ലോർഡ്. ഒരുവന് മാത്രമേ സ്വാതന്ത്ര്യം വരുത്തുവാൻ സാധിക്കത്തുള്ളൂ. ഒരുവന് മാത്രമേ സ്വതന്ത്രം നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. ഒരുവന് മാത്രമേ സ്വതന്ത്രം ഹല്ലേലൂയ നമ്മളെ വിടിയിക്കാൻ പറ്റത്തുള്ളൂ. ഒരുവന് മാത്രമേ സ്വതന്ത്രം നമ്മളെ സ്വതന്ത്രരാക്കാൻ പറ്റത്തുള്ളൂ. ഒരുവന് മാത്രമേ നമ്മളെ അടിമനുഗക്ഷനെ വെടിയിക്കാൻ പറ്റത്തുള്ളൂ. ഒരുവന് മാത്രമേ ഹല്ലേലൂയ നമ്മളെ സ്വന്തം പണിയുവാൻ പറ്റത്തുള്ളൂ. ഒരുവന് മാത്രമേ നമ്മളെ ഹല്ലേലൂയ ചങ്ങലകളിൽ അഴിക്കുവാൻ പറ്റത്തുള്ളൂ. ഒരുവന് മാത്രമേ നമ്മുടെ മുതുകത്ത് വെച്ചിരിക്കുന്ന മുഖത്തെ തകർക്കുവാൻ പറ്റത്തുള്ളൂ. ഒരുവന് മാത്രമേ ഹല്ലേലൂയ നമ്മുടെ കടഭാരങ്ങളെ മാറ്റുവാൻ പറ്റത്തുള്ളൂ. ഒരുവന് മാത്രമേ സ്വന്തം നമ്മളെ ലോണിനെ മാറ്റുവാൻ പറ്റത്തുള്ളൂ. ഒരുവന് മാത്രമേ ഹല്ലേലൂയ അവനാണ് സ്വതന്ത്രനായ യേശുക്രിസ്തു. God's anointing can remove every burden. Hallelujah. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, ദൈവത്തിന്റെ അനോയിന്റിംഗ് വ്യാപരിക്കുമ്പോൾ, ദൈവത്തിന്റെ പവർ വ്യാപരിക്കുമ്പോൾ അടിമ ദുഃഖത്തിൽ കിടക്കുന്ന ഓരോരുത്തരും വിടിയിക്കപ്പെടുവാനിടയാണ്. ദൈവത്തിന് ശക്തി വ്യാപരിക്കാതെ അടിമ ദുഃഖത്തിൽ നമ്മൾ വിടിയിക്കപ്പെടുന്നില്ല. ദൈവത്തിന് ശക്തി വ്യാപരിക്കുമ്പോൾ മാത്രമേ ഹല്ലേലൂയ ഒരുവൻ സ്വതന്ത്രനാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പുത്രനിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം ലഭിക്കത്തുള്ളൂ. മറ്റാരിലൂടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-19. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാനും കർത്താവിനെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദന്മാർക്ക് വിടുതല്. ബദന്മാർക്ക് വിടുതല് എന്താ അർത്ഥം? ബന്ധിച്ചിട്ടിരിക്കുന്ന അല്ലേ? അടിമപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. ഒരിക്കലും പൊങ്ങരുത്. 30 കിലോ എടുക്കുവാൻ ശേഷിയുള്ളവന്റെ തലയിലോട്ട് 80 കിലോ എടുത്ത് വെക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യശയ്യാപ്രവചനം വിളിച്ചു പറയുന്ന സ്തോത്രം. കുരുട്ടുകെട്ടുള്ള തുറപ്പാണ് ബദന്മാരെ, കുണ്ടലിൽ കിടക്കുന്നവരെ, അന്ധകാരത്തെ കിടക്കുന്നവരെ, കാരാഗ്രഹത്തെ കിടക്കുന്നവരെ വിടിയിപ്പാൻ യഹോവയായി ഞാൻ നിന്റെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആവേശത്ത് ബദന്മാർക്ക് വിടുതല് അല്ലേ? ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചെങ്കിൽ മാത്രമേ ആ ബദന്മാർക്ക് വിടുതലായി മാറുകയുള്ളൂ. സ്വതന്ത്രം. 2 കൊരിന്ത്യർ 12:9. പ്രൈസ് ദി ലോർഡ്. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആരുടെ ശക്തിയാ? ദൈവത്തിന്റെ ശക്തി, യേശുവിന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. സ്വതന്ത്രം. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ഏത് ബലഹീനതയാണെങ്കിലും ശരി,
ജോലിയില്ലാത്ത മണ്ഡലങ്ങളാണ് ശരി, കടബാധ്യതകൾ ഭാരപ്പെടുന്ന അവസ്ഥയാലും ശരി, കുടുംബ സംബന്ധമായ വിഷയമായാലും ശരി, തലമുറകളെ ഓർത്തുള്ള വിഷമമാണെങ്കിലും ശരി, ദൈവത്തിന്റെ കൃപ നമ്മൾ വ്യാപരിക്കുമ്പോൾ, ദൈവത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ, ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിക്ക് നമ്മുടെ ഏത് പ്രതികൂലത്തെ മാറ്റുവാൻ സാധിക്കും. അപ്പൊ ദൈവശക്തി വ്യാപരിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവില്, ബലഹീനതയുടെ നടുവില് വ്യാപരിക്കുന്നത്. സ്തോത്രം. കർത്താവ് ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്, അല്ലെ? പാപികളെ സ്തോത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നിരിക്കുന്നത്. കാരണം സ്തോത്രം, പാപികള് ബലഹീനരായിരുന്നു. സ്തോത്രം. ഒരു മനുഷ്യൻ പാപം ചെയ്യണമെങ്കിൽ ആ പാപത്തിന് അവൻ അടിമയാണെങ്കിൽ അത് ബലഹീനത ഉള്ളതുകൊണ്ടാണ് അവൻ വീഴുന്നത്, അല്ലെ? മദ്യപാനത്തിന്റെ സ്പിരിറ്റ് ഒരുവിൽ വ്യാപരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി അവനിൽ ഇല്ലാത്തതിനാൽ ആ സ്പിരിറ്റിന്റെ അടിമയായിട്ട് അവൻ മദ്യത്തിന് മദ്യം രുചിച്ചു നോക്കിയ മദ്യത്തിന് അടിമയായി മാറുന്നു. അതിനർത്ഥം അയാൾക്ക് അവിടെ ബലഹീനത ഉണ്ടാകുന്നു. പൈശാചിക ശക്തി, സൈറ്റൻ ശക്തി അവനെ അതിന് അടിമയാക്കുന്നു. ഹല്ലേലൂയ. ഈ അടിമയാക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കൃപ അവനെ വ്യാപരിക്കുക. ഈ ബലഹീനത ദൈവശക്തി അവനിൽ വ്യാപരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന പോലെ അവൻ ചേറിനകത്തോട്ട്, ചെളിക്കകത്തോട്ട് കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വരികയാണ്. അവൻ പാപത്തിന്റെ മണ്ഡലത്തിലോട്ട്, ഈ പാപത്തിന്റെ ബലഹീനതയിലോട്ട് കർത്താവ് തന്റെ ശക്തിയെ ഇറങ്ങി വന്നിട്ട് ഈ പാപത്തിൽ കിടക്കുന്ന ഈ വ്യക്തിയെ കൈക്ക് പിടിച്ച് പാപത്തിൽ വലിച്ചു കയറ്റുക. സ്തോത്രം. ഈ ബന്ധനത്തിൽ കിടക്കുന്ന ഈ പാപത്തിനടിമയിൽ കിടക്കുന്ന ഈ വ്യക്തിയെ, ഈ പിശാചിന്റെ അടിമയിൽ കിടക്കുന്ന വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ശക്തിയുടെ വലിച്ചു കയറ്റുമ്പോൾ അവൻ സ്വതന്ത്രരാകുവാനിടയാവും. ഹല്ലേലൂയ. അപ്പൊ പുത്രന് മാത്രമേ ആ ബലഹീനതയിൽ കിടക്കുന്ന, ആ പാപത്തിൽ കിടക്കുന്ന വ്യക്തി ജീവിതത്തെ വലിച്ചു കയറ്റാൻ പറ്റത്തുള്ളൂ. ഹീബ്രൂസ് 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും, അടുത്തത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നമുക്ക് അവിടെ പഠിക്കുമ്പോൾ അറിയാം, സ്വന്തം വിശ്വാസത്തെ പറ്റിയാണ് പഠിക്കുന്നത്. അതിന്റെ പുറകോട്ടുള്ള വാക്കുകൾ ചിന്തിച്ച് നോക്കുമ്പോൾ സ്വന്തം കാണാത്ത സ്വർഗത്തെ പറ്റിയാണ് അവിടെ പഠിക്കുന്നത്, അല്ലെ? പക്ഷെ നമ്മുടെ ജീവിതത്തില്, വിശ്വാസ മണ്ഡലത്തില് നമുക്ക് ലഭിക്കാത്ത സ്വന്തം ചെറുതിനെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് അത് അത്ഭുതമായി നടക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ സ്വന്തം അത് വിശ്വാസമായിട്ട് നമുക്ക് പരിണമിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് സ്വന്തം. എന്താണ്? ദൈവത്തിന്റെ വാഗ്ദത്തമാണ് സ്വന്തം. ദൈവത്തിന് നമ്മൾ കൊടുത്താല് അത് മടക്കി എങ്ങനെ തരുന്നത്? അമർത്തി കുലുക്കി, ഒട്ടും ഗ്യാപ്പില്ലാതെ. വേറെ കൊല്ല തരുന്ന സ്വന്തം അതുകൊണ്ട് മടിയിൽ കൊണ്ട് തരും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അങ്ങനെയാണ് രാത്രികാലം വിശ്വസിച്ച ദൈവം ഇതിലെ കർത്താവ് നമുക്ക് വേണ്ടി മടിയിൽ അമർത്തി കുറിക്ക് തരാൻ പോവുക. ഹല്ലേലൂയ. നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കടഭാരത്തെ കർത്താവ് മാറ്റണം. ആ കടഭാരത്തെ മാറ്റണമെങ്കിൽ ആവശ്യത്തിനും അല്പ നന്മയെന്ന അധിക നന്മയിലോട്ട് മാറണമെങ്കിൽ, അടുത്ത സ്റ്റെപ്പ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു അനോയിറ്റിക്ക് നമ്മൾ വ്യാപരിച്ച് പിശാച് വെച്ചിരിക്കുന്ന മുഖത്തെ ദൈവത്തിന്റെ ശക്തിയെ തകർക്കപ്പെടണം. സ്വന്തം ദൈവം ഇതിനെ പറയുന്നത്, സ്വന്തം നീ വായ്പ വാങ്ങുന്നവനല്ല,
നീ വായ്പ കൊടുക്കുന്നവനായിരിക്കണം. സ്വത്ര നിന്നോട് ആരെങ്കിലും സ്വന്തം കര നീട്ടിയ കൊടുക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. നിന്നോട് സ്വന്തം ആരെങ്കിലും വായ്പ ചോദിച്ചാൽ നീ കൊടുക്കുന്നവനാകണം. സ്വത്ര നിന്നോട് ആരെങ്കിലും ഹല്ലേലൂയ നന്മ ചോദിച്ചാൽ നീ കൊടുക്കുന്നവനാണ്. സ്വത്ര അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ നന്മയുടെ അവസ്ഥയിലോട്ട് കടക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് 3:27. ഈ നന്മകളെ തടഞ്ഞു വെക്കുന്ന സ്വന്തം പൈശാചിക ശക്തിയാണ്. നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ തടഞ്ഞു വെക്കുന്ന ആരാ? അവൻ സൈറ്റന്റെ പരിപാടിയാണ്. നമുക്ക് തരുവാനുള്ള നന്മകള് ഈ ലോകത്തെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മയെ തടയുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. അതിനെ പിടിച്ചു കെട്ടുക എന്നതാണ് നമ്മുടെ പരിപാടി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അവന്റെ ദുഃഖത്തെ നമ്മൾ തകർക്കാൻ പോവുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപരിച്ചാൽ മാത്രമേ അവൻ പുത്രനിലൂടെയുള്ള സ്വാതന്ത്ര്യം ഇത് രാത്രിക്കാരൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:4. നമ്മൾ ആരാ ജയിച്ചിരിക്കുന്നത്? ലോകത്തിലുള്ളവൻ നന്മ പ്രാപിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ജീവിക്കുമ്പോൾ ഒരു ദൈവ പൈതല് സ്വത്രം കടം വാങ്ങിച്ച് ഒരു ദൈവ പൈതല് സ്വത്രം പട്ടിണി കിടന്ന് ജീവിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. കാര്യം ലോകത്തെ ജയിച്ചവനാണ് നമ്മുടെ കൂടെ ഉള്ളവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ ജയിച്ചവനാണ് സ്വത്രം എന്നോട് നിങ്ങളോട് ഉള്ളവൻ. ആ ജയിച്ചവരുടെ കൂടെ ഉള്ളതുകൊണ്ട് സ്വത്ര അവൻ ഒരു ദൈവമൈതലെ കടക്കാരാക്കുവാൻ, ഒരു ദൈവമൈതലെ സ്വത്ര ലോഡ് വകച്ച് അവൻ ജീവിതം നയിക്കുവാൻ വേണ്ടി, കെണിക്കാട് സ്വത്ര അവൻ ജീവിതം നയിക്കുവാൻ വേണ്ടി അവൻ പട്ടിണി കിടക്കുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില നുഖങ്ങളെ കർത്താവ് ഓടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുക. സ്വതം താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദൈവശക്തിക്ക് ബന്ധനമില്ല. സ്വത്രം ആമേ മുഖങ്ങളെ കർത്താവ് ഒടിച്ചു മാറ്റിക്കളുടെ സ്വത്രം നിങ്ങൾ വിശ്വസിച്ചോ? ഹല്ലേലൂയ. ആമേ സ്വത്ത് ഇന്ന് രാത്രി മീറ്റിംഗ് കഴിയുമ്പോൾ ദൈവമക്കളിൽ സ്വത്ത ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. വലിയ ആളുകളൊന്നും വേണ്ട. സ്വത്ര ഇവിടെ ഇരിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കാൻ പോവാണ്. സ്വത്ര നിങ്ങൾ ശാലി തുടർന്നുള്ള ദിവസങ്ങളിൽ പറയും, എനിക്ക് ഇത്രമാത്രം കടഭാരം ഉണ്ടായിരുന്നു, കർത്താവ് എന്റെ കടഭാരത്തെ മാറ്റി. എനിക്ക് ഇത്രമാത്രം ലോൺ ഉണ്ടായിരുന്നു, കാരണം എന്റെ കർത്താവ് ഹാലലി അതെടുത്ത് മാറ്റി. എനിക്ക് ഇത്രമാത്രം ഹാലലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് കർത്താവ് വിടുതൽ തന്നു. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 12:15 സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിപ്പിൻ എന്നാണ് ദൈവത്തിനെ പറയുന്നത്. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുക. ഒരു ദൈവമൈതലിനെ ദൈവം വിളിച്ചിരിക്കുന്ന, ഭൂമി വിളിച്ചിരിക്കുന്നത് അവൻ കരഞ്ഞ് നിലവിളിച്ച് നടക്കാൻ വേണ്ടിയല്ല, അവൻ സന്തോഷിക്കാൻ വേണ്ടിയാ. കഷ്ടതയില്ലെന്ന് ഞാൻ പറയത്തില്ല, കഷ്ടതയുണ്ട്. പക്ഷേ ആ കഷ്ടതയ്ക്കകത്തൊരു സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവമൈതല് പരിശുദ്ധാത്മാവിന് അഭിഷേകമായിട്ട് പ്രാപിച്ച ഒരു ദൈവമൈതല് അവൻ ഉള്ളിൽ സ്വത്ര കഷ്ടതയുണ്ടെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഉള്ളിൽ കഷ്ടതയുണ്ടെങ്കിലും ശരി, അനോയിന്റിങ്ങിനകത്ത് ഒരു രസമുണ്ട്. അനോയിന്റിങ്ങിനകത്ത് ഹല്ലേലൂയ ഒരു സന്തോഷമുണ്ട്. സ്വത്രം അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. മത്തായി 17:20. ഇപ്പൊ രാത്രിയിൽ നമ്മുടെ സ്വന്തം കടഭാരത്തെ മാറ്റുവാൻ വേണ്ടി, നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റുവാൻ വേണ്ടി നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാവണം. വിശ്വാസത്തിലൂടെ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ പറ്റുകയുള്ളൂ. ആവേശത്തിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കടഭാരം മാറി നമ്മൾ വിശ്വസിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് രാത്രികാലം വിടുതൽ കിട്ടിയെന്ന നമ്മൾ വിശ്വസിക്കണം. വിശ്വാസത്തിലൂടെ മാത്രമേ ദൈവത്തിന്റെ പുറത്ത് വെളിപ്പെടുത്തുള്ളൂ. ജോലിയില്ലാത്തവരെ സ്വന്തം വിശ്വാസത്തെ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് ജോലി തന്നിരിക്കുകയാണ്. ലൈസൻസ് ഇല്ലാത്തൊരു വിശ്വാസത്തിന് ഏറ്റെടുക്കണം. കർത്താവ് എനിക്ക് ലൈസൻസ് തന്നിരിക്കുകയാണ്. രോഗമുള്ളവർ പറയണ കർത്താവ് യേശുവിനെ എനിക്കങ്ങ് രോഗത്തിന് വിടുതൽ തന്നിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസങ്ങൾക്ക് മാത്രമേ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കത്തുള്ളൂ. വിശ്വാസത്തിന്റെ അകത്താണ് മിറക്കിൾസ് നടക്കുന്നത്. വിശ്വാസത്തിന്റെ അകത്താണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. വിശ്വാസത്തിന്റെ അകത്താണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. വിശ്വാസത്തിനാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്.
വിശ്വാസത്താലാണ് ഹല്ലേലൂയ തുകകൾ തകർക്കപ്പെടുന്നത്. വിശ്വാസത്താലാണ് അനോയിന്റിംഗ് വ്യാപരിക്കപ്പെടുന്നത്. വിശ്വാസത്തിലാണ് രോഗികൾ മാറുന്നത്. വിശ്വാസത്തിലാണ് ബലഹീനതകൾ മാറുന്നത്. വിശ്വാസത്തിലാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. വിശ്വാസത്തിലാണ് മരിച്ചവർ എഴുന്നേൽക്കുന്നത്. വിശ്വാസത്തിലാണ് ഹല്ലേലൂയ മുടന്തർ നടക്കുന്നത്. വിശ്വാസത്തിലാണ് രോഗികൾ സൗഖ്യമാകുന്നത്. വിശ്വാസത്തിലാണ് ശുദ്ധ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. വിശ്വാസത്തിലാണ് ഇത് രാത്രികാലം നമ്മൾ ദൈവത്തെ പ്രാപിക്കാൻ പോകുന്നത്. സ്വന്തം ഹല്ലേലൂയ. വിശ്വാസം വ്യാപരിക്കട്ടെ. സ്വന്തം വായിക്കാം 8-ാം അധ്യായം 32-ാം വാക്യം. യോഹന്നാൻ 8:32. സത്യം അറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കും. പുത്ര നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ ശ്വാസാൽ സ്വാതന്ത്രരാകും. ഈ സത്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നതിനാല്, യേശു ക്രിസ്തുവിന്റെ മാത്രമേ വിടുതലുള്ള നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നതിനാല് അവൻ കർത്താവ് നമ്മൾ ഇത് രാത്രിക്കാലം സ്വാതന്ത്ര്യമാക്കാൻ പോവുകയാണ്. നമ്മുടെ ഏത് ഭാരത്താലും ശരി, ഇത് രാത്രിക്കാലം അതിൽ വിടുതൽ കർത്താവ് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. കാര്യം സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു. യേശു ക്രിസ്തുവിന്റെ മാത്രമേ വിടുതലുള്ള നമുക്ക് മനസ്സിലാക്കുവാനിടയായി. യേശു ക്രിസ്തുവിന്റെ മാത്രമേ ഹല്ലേലൂയ സ്വാതന്ത്ര്യമുള്ളത് നമുക്ക് മനസ്സിലായി. യേശുക്രിസ്തുവിന്റെ മാത്രമേ സ്വതന്ത്രം നമുക്കൊരു നിത്യതയുള്ളത് നമുക്ക് മനസ്സിലായി. യേശുക്രിസ്തുവിന്റെ മാത്രമേ ഹല്ലേലൂയ വിടുതലുള്ളത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ സത്യവിശ്വാസത്താൽ ഇന്ന് രാത്രികാലം പരിണമിക്കുമ്പോൾ അത് നമുക്ക് വിടുതലായി തരാൻ പോവുകയാണ്. അതായത് ജീവിതത്തിൽ നന്മ ലഭിച്ചില്ലെങ്കിലും, അതായത് അത്യവിശ്വം നടത്തില്ലെങ്കിലും, നമ്മുടെ ജീവിതത്തിലെ മുന്തിരിവള്ളിയിൽ അനുഭവിച്ചില്ലെങ്കിലും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയത്നവും അവ 50 വയസ്സോ 60 വയസ്സോ അല്ലെങ്കിൽ 30 വയസ്സോ ജോലി ചെയ്തിട്ട് ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിലും, അവ നിലകൾ സ്വന്തം നമ്മള് അവ എവിടെ വെച്ചിട്ട് അത് സ്വന്തം വെള്ളം കയറിയോ അല്ലെങ്കിൽ സ്വന്തം പ്രാക്കൾ വന്നോ കഴുക വന്നോ അല്ലെങ്കിൽ സ്വന്തം അതിനെ വിട്ടുകളി വന്നോ നശിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിലും, അവ ആടിനെ സ്വന്തം മേയ്ക്കുവാൻ നടന്നിട്ട് ആടിന്റെ നന്മകൾ ലഭിക്കാതെ ആട് മുഴുവൻ നശിച്ചു പോയെങ്കിലും ശരി, അതേ സ്വന്തം പശുക്കൂട്ടിൽ സ്വന്തം ആവേശത്തെ കന്നുകാലികൾ ഇല്ലെങ്കിലും ശരി, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. കാര്യം സ്വന്തം കർത്താവായ യേശു നമ്മളെ സ്വതന്ത്രരാക്കി. പ്രൈസ് ദി ലോർഡ്. നന്മകൾ ഒന്നും ലഭിച്ചില്ലെങ്കിലും ശരി, ഞാൻ യഹോവയിൽ സന്തോഷിക്കും, ഞാൻ ദൈവത്തെ സന്തോഷിക്കും. കാര്യം ഹല്ലേലൂയ, യേശു എന്നെ സ്വതന്ത്രരാക്കി. പ്രവാചകൻ അങ്ങനെ എഴുതാൻ കാരണം സ്വന്തം അവിടെ നന്മകൾ ഇല്ലെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആണോ? ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും ശരി, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ആടുകൾ അല്ലെങ്കിൽ ഫലം തന്നില്ലെങ്കിലും ശരി, ആടുകളിലൂടെയുള്ള സ്വന്തം നന്മ ലഭിച്ചില്ലെങ്കിലും ശരി, പശുക്കിടാക്കളിലൂടെ പശുക്കളിലുള്ള നന്മ ലഭിച്ചില്ലെങ്കിലും ശരി, വയലിലൂടെയുള്ള നന്മ ലഭിച്ചില്ലെങ്കിലും ശരി, അവ ഈ മുന്തിരിവള്ളിയിലൂടെ അല്ലെങ്കിൽ മുന്തിരിയിലൂടെയുള്ള സ്വന്തം നന്മ ലഭിച്ചില്ലെങ്കിലും ശരി, അത്തിയിലൂടെയുള്ള നന്മ ലഭിച്ചില്ലെങ്കിലും ശരി, അതിനർത്ഥം സ്വതന്ത്രം അവിടെ എല്ലാ നന്മകളും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ലഭിച്ചില്ലെങ്കിലും ശരി, ഹല്ലേലൂയ, ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ കർത്താവിനെ സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തെ ഹല്ലേലൂയ ദൈവമക്കളെ സ്വതന്ത്ര ഇതുവരെ നിങ്ങൾക്ക് അവ നന്മകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ നീ ഭയപ്പെടേണ്ട സ്വതന്ത്ര. ഇത് വിശ്വാസത്തെ നന്മകളെല്ലാം നമുക്ക് ലഭിച്ചിരിക്കുക. ഹല്ലേലൂയ. വായിക്കാം 10:11 സ്വതന്ത്രം. ബലാത്കാരികൾ അവരെ പിടിച്ചടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം എത്ര വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിലും ശരി, വെറുതെ ഇരുന്ന് കഴിഞ്ഞാല് ജീവിതത്തിൽ പ്രാപിക്കുന്നില്ല. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തത്തെ ശത്രു പിടിച്ചു പറിക്കണം. ആരോടാ? സാത്താന്യ ശക്തിയോടെ പിടിച്ചു പറിക്കണം. പിടിച്ചു പറിച്ചെങ്കിൽ മാത്രമേ അവൻ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുകയുള്ളൂ. സ്വതന്ത്രം ഈ ഭൂമിയിലുള്ള സകലത്തെ നമുക്ക് അവകാശമായി തന്നിരിക്കുക.
കർത്താവ് പറയുന്ന സ്വന്തം നീ എവിടെ പോയി കാല് കുത്തിയാലും ശരി, അവിടെ നിനക്ക് അവകാശമാ. അങ്ങനെയാണെങ്കിൽ സ്വന്തം ഈ മരുഭൂമിയിൽ നമ്മൾ കാല് കുത്തിയിരിക്കുകയാണെങ്കിൽ ഈ മരുഭൂമിയിലെ രാജാക്കന്മാരുടെ അവകാശങ്ങള്, രാജാക്കളുടെ നന്മകള് സ്വന്തം ഈ ഒരു ദൈവം ഇതിൽ അവകാശമാണ്. സ്വത്രം ഇതൊന്നും പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ മനസ്സിലായി സ്വത്രം പ്രൈസലോ. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് അവയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്വത്രം നമുക്ക് ഇപ്പോഴും ഇവരുടെ അടിമയെ കിടക്കണമെന്നാണ് താല്പര്യം. അങ്ങനെയാണെങ്കിൽ പിടിച്ചു പറിക്കണം സ്വത്രം, പിടിച്ചു പറിക്കണം, ബലാത്കാരമായിട്ട് പിടിക്കണം. പ്രാർത്ഥനയുടെ ഉപവാസത്തിലൂടെ സ്വത്രം അവയെ ശാസിച്ച്, ദൈവത്തിന്റെ അധികാരത്തെ ശാസിച്ച് പിടിച്ചു പറിക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വെളിപ്പാട് കാണിക്കുന്നത് മരുഭൂമിയുടെ നടുവിൽ സ്വത്രം ചില അപേക്ഷ ഉറവ കണ്ണുകൾ തുറക്കുന്നതാണ് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. പറഞ്ഞു മനസ്സിലായ സ്വത്രം മരുഭൂമിയുടെ നടുവിൽ ഉറവ തുറക്കാൻ പ്രയാസമാണ്. ഹാലലോയ്യ ഈ മണലിനകത്തൂടെ സ്വന്തം വെള്ളം വരെ പ്രയാസമാണ്. പരിശുദ്ധാത്മാവ് സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയുടെ നടുവിൽ സ്വന്തം കർത്താവ് വെള്ളത്തെ തുറക്കുകയാണ്, ഉറവയെ തുറക്കുകയാണ്. സ്വന്തം ഇപ്പോൾ മുതൽ സ്വന്തം നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്വതന്ത്രരായിക്കൊണ്ടിരിക്കുകയാണ്. വായിക്കാം 22:7 സദൃശവാക്യങ്ങൾ 22:7. കടം ആരുടെ കയ്യിലെങ്കിലും നമ്മൾ വാങ്ങിച്ചാല്, കടം നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചാല് അവൻ ദാസനാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുക. ദാസനായിട്ടിരിക്കുവാൻ വേണ്ടിയല്ലേ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ആണോ? അങ്ങനെയാണ് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ അടിച്ചാൽ സ്വത്രം നമ്മൾ ബാങ്കിന്റെ സ്വതന്ത്രദാസന്മാരാണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് സ്വന്തം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ബാങ്കുകാരുടെ ദാസന്മാർ നമ്മൾ സ്വത്രം. അങ്ങനെയാണ് ഒരു ദാസൻ പ്രൈസ് ദി ലോർഡ് ആ യജമാനൻ അടിമയാണെങ്കിൽ അവർ പറയുന്നത് എന്ത് നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിൽ നമ്മൾ അടിമയല്ല. ആ അടിമ ദുഃഖത്തെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ കാണിക്കുന്ന സ്വത്ത് പേപ്പർ കെട്ടുകളൊക്കെ സ്വത്ത് ഹല്ലേലൂയ അത് വെയിറ്റ് എടുത്ത് വെച്ചിരിക്കുക, അതൊക്കെ പറപ്പിച്ച് കളയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരാളെ ചില ലോണുകളെ കർത്താവ് വീട്ടാൻ പോവുകയാണ്. സ്വത്രം. ഹല്ലേലൂയ. നിന്റെ ലോണിനെ കർത്താവ് തകർക്കാൻ പോവുകയാണ്. സ്വത്രം. ക്രെഡിറ്റ് കാർഡിലെ ബന്ധങ്ങളെ തകർക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചിലരുടെ കാര്യത്തിൽ പരിശുദ്ധാത്മ കാണിക്കുന്ന സ്വത്രം ചെയിനായിട്ട് സ്വന്തം ഹല്ലേലൂയ ക്രെഡിറ്റ് കാർഡുകൾ തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് ആ ബന്ധനത്താ ചിലർ കിടക്കുന്ന സ്വന്തം രാത്രി യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനത്തെ തകർക്കുകയാണ്. സ്വന്തം യേശുവിന്റെ നാമത്തിൽ ക്രെഡിറ്റ് കാർഡിന്റെ ബന്ധനത്തെ തകർക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ലോണിന്റെ ബന്ധനത്തെ തകർക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കടഭാരങ്ങളെ തകർക്കുകയാണ്. അനേകര് കടഭാരത്താൽ ഭാരപ്പെടുന്നു. കടമെന്ന് പറയുന്നത് നിസ്സാരമായ വിഷയമല്ല. സൈറ്റൻ വെക്കുന്ന നുഖമാണ് കടം. ലോണിന്റെ മേളിൽ ലോണ്, ക്രെഡിറ്റ് കാർഡ്സിന്റെ മേളിൽ ക്രെഡിറ്റ് കാർഡ്സ്. എവിടെ നിന്നെല്ലാം വായ്പ വാങ്ങിക്കാൻ പറ്റും അവിടെ നിന്നെല്ലാം വായ്പ വാങ്ങിക്കാം. അതിൽ നിന്നൊരു വിടുതൽ ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ വിടുതൽ ലഭിക്കത്തുള്ളൂ. ദൈവത്തിന്റെ ഈ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആ കടം മാറിക്കിട്ടത്തുള്ളൂ. ദൈവജനം പറയുന്നത് പുഷ്ടി മൂലം നുകം തകർക്കപ്പെടും. അപ്പൊ ദൈവത്തിന്റെ ഈ ആത്മാവിന്റെ പുഷ്ടി അത് വ്യാപരിക്കുമ്പോൾ കടഭാരങ്ങൾ മാറുവാനിടയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ അനേകരുടെ കടഭാരങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പുഷ്ടി മൂലം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അനേകരുടെ കടഭാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. നിങ്ങളെ സമർപ്പിച്ചു കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കടഭാരത്താൽ വിഷമിക്കുന്ന, ലോണുകളാൽ ഭാരപ്പെടുന്ന, ക്രെഡിറ്റ് കാർഡുകളാൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ കർത്താവിന്റെ കരങ്ങളേൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പുഷ്ടി മൂലം എല്ലാ കടത്തിന്റെ നുഖങ്ങളെയും തകർക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആമേ കടഭാരങ്ങൾ മാറിപ്പോകാൻ കൽപ്പിക്കുകയാണ്. കടഭാരമിട്ട് വ്യക്തി ജീവിതങ്ങൾ അപകടത്തിലായിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. കടമാറ്റുവാൻ ഒരുവന് മാത്രമേ സാധിക്കുകയുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളായ സ്ഥാനത്ത് രോഗമുള്ള സ്ഥലങ്ങളിൽ ഭാഗത്ത് കൈവെക്കുക. യേശു നിങ്ങളിപ്പോൾ തന്നെ തൊടുകയാണ്. യേശു നിന്നെ സൗഖ്യമാക്കാൻ പോവുകയാണ്.
യേശുവിന്റെ അട്ടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്ന വചനം അയച്ച് ഇപ്പോൾ തന്നെ സ്വതന്ത്ര രോഗബന്ധനങ്ങളെ ശാസിക്കുകയാണ്. ക്യാൻസർ രോഗത്തെ യേശുവിന്റെ നാമം ശാസിക്കുന്നു. കുടൽ സംബന്ധമായ രോഗത്തെ യേശുവിന്റെ നാമം ശാസിക്കുന്നു. തളർവാദ രോഗത്തെ യേശുവിന്റെ നാമം ശാസിക്കുന്നു. പ്രഷറിനെ ഷുഗറിനെ യേശുവിന്റെ നാമം ശാസിക്കുന്നു. കൊളസ്ട്രോളിനെ യേശുവിന്റെ നാമം ശാസിക്കുന്നു. തലവേദന യേശുവിന്റെ നാമം ശാസിക്കുന്നു. ട്യൂമറിനെ യേശുവിന്റെ നാമം ശാസിക്കുന്നു. ദൈവശക്തി ഉച്ചമകളാലും വ്യാപരിക്കുന്നു. ശരീരത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും യേശുവിന്റെ സാന്നിധ്യം വ്യാപരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് കർത്താവ് സൗഖ്യം കൽപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എയ്ഡ്സ് രോഗികളെ യേശു സൗഖ്യമാക്കിയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സൗഖ്യം കൽപ്പിക്കുന്നു. നിങ്ങൾ സ്വന്തം നിങ്ങളുടെ ബ്ലഡ് നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ, യേശു നിങ്ങളെ സൗഖ്യമാക്കി. നിങ്ങൾ തൊട്ടിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ എയ്ഡ്സ് രോഗികളെ സൗഖ്യമാക്കുന്നു. താങ്ക് യു ജീസസ്, എ മില്യൺ താങ്ക് ജീസസ്. പ്രഗ്നൻസിയിലിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു നിങ്ങളെ തൊടുന്നു. നിങ്ങളുടെ ഉരുവായിരിക്കുന്ന കുഞ്ഞിനെ യേശു തലോടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് യേശുവെ അങ്ങയുടെ രക്തത്തിൽ കുഞ്ഞുങ്ങളെ മൂടിമറക്കണേ പ്രാർത്ഥിക്കുന്നു. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ആഴ്ച കാണാം. സീ യു നെക്സ്റ്റ് വീക്ക്. ബൈ ബൈ.